ആ കുഞ്ഞിരാമ, എന്താ എന്റെ സാവിത്രിന്റെ വർത്താനം? സാവിത്രിക്ക് കൊഴപ്പൊന്നുമില്ല. കൊഴപ്പില്ലല്ലേ? നാളെ കുടുംബത്തിലൊരു കല്യാണം അതിന് പോണം. ആ പിന്നെ കല്യാണത്തിയേ മോനെ സന്തോഷ് ട്രോഫിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, നല്ല കാര്യല്ലേ? ഇത് എല്ലാവർക്കും കിട്ടണ ഭാഗ്യല്ല. ഫുട്ബോൾ കളിക്കാൻ പോണം. പറഞ്ഞേക്കണം, ഓനെ ഉഷാറാക്കണം. കുഞ്ഞിരാമ, കിച്ചുവിന് സന്തോഷ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടിയെന്ന് കേട്ട്. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി. നല്ല കാര്യല്ലേ അത്? അതെ, എനിക്ക് സാധിക്കാതെ പോയതൊക്കെ കിച്ചുവിലൂടെ സാധിക്കണം. ഇപ്പൊ അങ്ങനെയാണോ ജീവിതം? നമുക്ക് പറ്റാത്ത കാര്യം നമ്മുടെ മക്കളാ ചെയ്ത, അപ്പൊ നമുക്ക് സന്തോഷിക്കണ്ടേ? അതെ, ഒരു ബൂട്ട് വാങ്ങിക്കണം. വാങ്ങിക്കണോ? ചെങ്ങന്മാർക്കൊക്കെ ഉണ്ട്, അവന് മാത്രമേ ഇല്ലാത്തുള്ളൂ. അത് വാങ്ങിച്ചു കൊടുക്കണോ? എന്തെന്ന് വെച്ചാ ചെയ്യാന്ന്. നമ്മുടെ നാടിന്റെ മുത്താണ്, സന്തോഷാണ് അല്ലേ? നിങ്ങളെല്ലാ സഹായത്തിനും നമ്മളുണ്ട് കൂടെ. നീ കുറച്ച് ഗ്രൗട്ടും കേട്. കൊണ്ടുവരാം. നാടിന്റെ പൊന്നോമന പുത്രൻ കൃഷ്ണകുമാറിന് ഇജനല്ലോടത്തൊന്നും പറയല്ലേ? ആരാ ഗുരു? ഗുരു ഞാൻ എത്ര കാലം എന്റെ കൂടെ എന്റെ ശിഷ്യനാണ്. ഞാനാണ് എന്റെ ഗുരു. ഇവിടുന്ന് തരാന്ന് പറഞ്ഞല്ലോ. നാടിന്റെ പൊന്നോമന പുത്രൻ കൃഷ്ണകുമാറിന് ജന്മനാടിന്റെ സ്നേഹാദരം യാത്രയപ്പ് സമ്മേളനം ആരംഭിക്കുകയായി. തുടങ്ങട്ടെ. എന്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിരാമേട്ടന്റെ മകനിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. നമുക്കൊക്കെ അറിയാം, ജോപ്പോൾ അഞ്ചേരിയും IM വിജയനും ഷറഫലിയുമെല്ലാം സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടിയ കഥ നമുക്കൊക്കെ അറിയാം. ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മോഹം സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടുക. അതിനൊന്നും നിരാശരായി ഇത് നമ്മുടെ പരിപാടിയല്ല, നമ്മുടെ കിച്ചുവിന്റെ യാത്രയപ്പ് സമ്മേളനല്ലടാ. റെഡിയാക്കാം. നമ്മുടെ കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ 100 രൂപ അധികം കൃഷ്ണകുമാർ എന്ന നമ്മുടെ ഓമന കിച്ചു. ഇത് നമ്മൾക്ക് അഭിമാനത്തിന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കിച്ചുവിനെ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് അന്നേ തോന്നിയിരുന്നു അവൻ വലിയൊരു താരമാവുമെന്ന്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആയിരുന്നു അവന്റെ അച്ഛൻ കുഞ്ഞിരാമേട്ടൻ. അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് അദ്ദേഹത്തിന്റെ മകനിലൂടെ ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കിച്ചുവിലൂടെ സന്തോഷ് ട്രോഫി ഈ പ്രാവശ്യം കേരളം നേടിയിരിക്കും. ഈ അസുലഭ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും എന്റെയും പഞ്ചായത്തിന്റെയും ജവഹർ ക്ലബിന്റെയും സർവാത്മകമായ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യും. ഹാരാർപ്പണം. അടുത്തതായി ഹാരാർപ്പണം. എനിക്കവിടെ വളരെ ഭയഭക്തി ബഹുമാനമുള്ള കുട്ടിയാണ് കിച്ചു. ഈ വിനയം അവനെ ഉന്നതങ്ങളിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ഈ പഞ്ചായത്തിന്റെയും ജവഹർ ക്ലബിന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ നിങ്ങളുടെ പേരിൽ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്.
ആറ് എടാ കിച്ചുട്ടാ, ഓ ഈ വേണ്ടാത്ത പണിയെടുക്കാൻ നിൽക്കണ്ടേട്ടാ. അത് മൂർച്ചയുള്ള കത്തിയാണേ, മുറിയും. മൂർച്ചയുണ്ട്. എനിക്കറിയാം, ഇത് ഞാനിപ്പോ റെഡിയാക്കി തരാം. എടാ, ഓ നേരം വെളുക്കുമ്പോ മുതൽ ആ പന്തിന്റെ ഒയ്യാലെ പായാനല്ല, നിനക്ക് എന്തെങ്കിലും ഒന്ന് അറിയോ? പോയിട്ട് വേറെ വല്ല പണിയും ചെയ്യടാ. ഒന്ന് ശരിയാക്കി തന്നിട്ടുള്ള കാര്യം കണ്ടോ? എന്തു കണ്ട? അരിയണത്. എന്തരിയണത്? പയറ്. ഇപ്പൊ മുറിയോ കയ്യ്? കൈ മുറിയില്ല, പയർ മുറി. കേട്ടാ? കാണാ കാണാം. അതെ, പിന്നെ ഇവിടുന്ന് എന്താണ് ഈ സ്നേഹം കൊണ്ട് മുറിച്ചു തരണാണ്. അമ്മയ്ക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. വേണ്ടെങ്കിൽ വേണ്ട. സത്യം? സത്യം. എന്നാലേ ആ തേങ്ങ ചിരണ്ടിട്ടേ അത് അരച്ചോണ്ട് വാ. അല്ല, തേങ്ങ അത്ര ഉള്ള സ്നേഹം ഇല്ല അമ്മ. ചെറിയ ചെറിയ പയറുകൾ അത്ര സ്നേഹമുള്ളൂ. മനസ്സിലാവുന്നുണ്ട്. ആവുന്ന പണിയെടുക്കാൻ പറ്റില്ല അല്ലേ? കിച്ചോ കിച്ചോ എന്തോ? അച്ഛൻ വന്നിട്ടുണ്ടാ. അതെ, അച്ഛൻ വന്ന എനിക്കറിയാം. ജനിച്ചപ്പോട്ട് കേൾക്കണതല്ലേ സൗണ്ട്. ഓ, എവിടെ? ഇതാ വരുന്നു. ആ അപ്പൊ ഇത് പ്രാക്ടീസിനൊന്നും പോയില്ലേ? ഇല്ല, ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചു. ആ നന്നായി ഇവിടെ ഉണ്ടായത്. ഡേയ് നോക്കിയേ, തുറന്നു നോക്കിയേ. എന്താ എന്താ അത്? നോക്ക്. അവിടെ ഇരുന്ന് നോക്കടാ. എന്താന്ന് പറ. നീ അവിടെ ഇരുന്നൊന്ന് നോക്ക്. എന്താ എന്താടാ അത്? ബൂട്ടമ്മ. ആഹാ, കോളടിച്ചല്ലോ. ഇട്ടുവെക്കടാ. അച്ഛൻ്റെ കുട്ടിയുടെ ആഗ്രഹമായിരുന്നല്ലോ അത്. അതേ, അവിടെ ഇരുന്ന് അതൊന്ന് ഇട്ടു നോക്കി. എന്നാലും ഈ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് എന്തിനാ അച്ഛ പിന്നെ? അതൊന്നും നീ അറിയണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ഇട്ടേ. ഇത് ക്യാമ്പിൽ കിട്ടുമായിരുന്നു. ആ ക്യാമ്പിൽ കിട്ടിക്കോട്ടെ. അതിനു മുമ്പേ ഇതിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം. നീ ഒന്ന് ഇട്ടോക്കടാ. പാകാണോ നോക്കടാ. എന്നാ ഞാൻ ഇട്ടു. ഞാൻ കിട്ടാച്ച. ഇത് നിനക്ക് പാകാണല്ലോടാ. കറക്റ്റ് അമ്മ. ഇതൊക്കെ ക്യാമ്പിൽ കിട്ടുമായിരുന്നു അച്ഛാ. ക്യാമ്പിലൊക്കെ കിട്ടട്ടെ. അതിനു മുമ്പേ നീ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആ, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. നന്നായിണ്ടല്ലടാ. ശരിക്കും നന്നായിട്ടുണ്ട്. ഇഷ്ടായില്ലേ? സന്തോഷായി. ഇഷ്ടായോന്നാ? എങ്ങനെയുണ്ടമ്മ? ചെക്കൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ? ഞാനൊന്ന് ഇപ്പൊ ഒന്ന് കളിച്ചിട്ട് വരാം. അച്ഛല് എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുത്തിട്ട് വരാം. ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ഇത് മതി. അമ്മ പോയിട്ട് വരെ. കൊറേ പൈസയായോ? അതൊന്നും നീ നോക്കണ്ട. അവൻ്റെ ഒരു സന്തോഷം കണ്ട കുഞ്ഞിരാമേട്ടാ, കൊറേ പൈസയായോ? അതൊന്നും നീ നോക്കണ്ട. അവൻ്റെ സന്തോഷം കണ്ട. അവനെ നാട്ടുമ്പുറത്തെ കളിക്കല്ലേ പോണേ. സന്തോഷ് ട്രോഫിക്കാ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ വകയായിട്ട് കൊടുക്കണ്ടേ? അതാ. നിങ്ങളടുത്ത് പൈസ ഉണ്ടായിനോ? കുറച്ചൊക്കെ ഉണ്ടായി. കുറച്ചൊക്കെ കടന്നു വാങ്ങി. അതൊക്കെ എപ്പോഴാ കൊടുത്തത്? അതൊക്കെ കൊടുക്കാം. പണി വരും. പണിയെടുത്ത് ഞാൻ കൊടുത്തോളും. ആണും പെണ്ണുമായിട്ട് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ.